ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഒത്തിരി സ്നേഹത്തോടെ വചന കൃപാഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ ഒന്ന് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജഡ്ജ്മെന്റിനെ കുറിച്ചാണ്. തനത് വിധി. വിധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മരണശേഷം രണ്ട് വിധിയുണ്ട്. ഒന്ന് തനത് വിധിയും മറ്റൊന്ന് അന്ത്യവിധിയുമാണ്. തനത് വിധി മരണം നടന്ന ആ സ്പോട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ജഡ്ജ്മെന്റ്, ആ തനത് വിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു 3 എപ്പിസോഡിലൂടെ. മരണം എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരണത്തോടനുബന്ധിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് 3 സ്പിരിറ്റുകളുടെ സ്വാധീനങ്ങൾ എടുത്തു മാറ്റപ്പെടും. ഒന്ന്, മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ മേൽ അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് മരണത്തോടെ ശരീരത്തിൽ നിന്ന് വേർപെടുകയും ഈ ആത്മാവ് അതിൻ്റെ ഉറവിടമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. രണ്ടാമത്, നമ്മൾ ഈ ലോകത്തിൻ്റെ അരൂപിയോട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ലോകാരൂപിയുടെ ശക്തിയായിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, അതായത് പൈശാചിക ശക്തികൾ നമ്മളോടൊപ്പമുണ്ട്. മരണശേഷം ഈ തിന്മയുടെ ആധിപത്യങ്ങളും നമ്മളിൽ നിന്ന് വിട്ടകലും. എന്നാൽ അവ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ അവയുടെ ഉറവിടമായിരിക്കുന്ന നരകത്തിലേക്കല്ല പോകുന്നത്. അവര് ഇവിടെ തന്നെ ഉണ്ട്, ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അവരെ എന്നേക്കുമായി നരകത്തിലേക്ക് മാറ്റുന്നത് അന്ത്യവിധിയുടെ സമയത്താണ്. അപ്പോൾ അതുവരെയും അവൻ എവിടെയുണ്ട്? ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ വേർപെടുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്ന ദൈവം തൻ്റെ ഛായയും സാദൃശ്യവും കൊടുത്തുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ്റെ, അതായത് മണ്ണുകൊണ്ടൊരു പ്രതിമയുണ്ടാക്കി അതിൻ്റെ മാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് നൽകിയ ജീവൻ, ഈ ജീവനാകുന്ന ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടും. ഈ വേർപെടലിനോടൊപ്പമാണ് ഈ മറ്റ് 2 സ്പിരിറ്റുകളും വേർപെടുന്നത്. അപ്പം മനുഷ്യാത്മാവ് അല്ലെങ്കിൽ ഹ്യൂമൻ സ്പിരിറ്റ് മരണശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് ജഡ്ജ്മെന്റിന് വേണ്ടിയാണ്, തനത് വിധിക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഒരു മരണശേഷവും തിന്മയുടെ സ്വാധീനങ്ങൾ ജീവനാകുന്ന ആത്മാവിൻ്റെ മേൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് കടന്നു ചെല്ലും. നമുക്ക് യൂദാസിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ന വചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ മരിച്ച
ഈ ലോകം വിട്ട് കടന്നുപോയ മോശയുടെ ശരീരത്തെ ചൊല്ലിപ്പോലും അവകാശം വെച്ചുകൊണ്ട് ആര് കടന്നു വരുന്നുണ്ട്? പിശാച് കടന്നു വരുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ മേൽ അവകാശം സ്ഥാപിച്ചുകൊണ്ട് ഈ പിശാച് കടന്നു വരും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാന പുരോഹിതനായിട്ട് ജോഷുവയെ അഭിഷേകം ചെയ്യാനായിട്ട് തുടങ്ങിയ അവിടെ വചനം പറഞ്ഞതാണ്, പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റം ആരോപിക്കാൻ തൻ്റെ വലതുവശത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. പ്രവാചകൻ കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. എന്നിട്ട് പറയാണ്, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി അല്ല ഇവൻ. ആര്? ജോഷുവ എന്ന് പറയുന്ന പുരോഹിതൻ അല്ല. അതായത് അടുപ്പിൽ നിന്ന് വലിച്ചെടുത്തിരിക്കുന്ന ഒരു കൊള്ളി അല്ല ഇവൻ. എന്നിട്ട് പറയാണ്, ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു. അതായത് ജോഷുവയിൽ പാപ അവസ്ഥ ഉണ്ടായിരുന്നു. തൻ്റെ മുമ്പിൽ നിന്ന ദൂതനോട് അവൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം, ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവയോട് അവൻ പറഞ്ഞു, നിന്റെ അകൃത്യങ്ങൾ, ശ്രദ്ധിക്കുക, നിന്റെ അകൃത്യങ്ങൾ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ദൈവം അവൻ്റെ പാപത്തിൻ്റെ മാലിന്യം എടുത്തു മാറ്റി, അല്ലെങ്കിൽ പാപമാകുന്ന മുഷിഞ്ഞ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് പറയാണ്, അവൻ തുടർന്നു, അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കാം. അവർ അവനെ നിർമ്മലമായ ശിരോവസ്ത്രം അണിയിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് സാത്താന് പിന്മാറുന്നത്, അവകാശത്തിൽ നിന്ന് വിട്ടകന്നു പോകുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും എന്തുണ്ട്? പാപത്തിൻ്റെ സ്വാധീന ശക്തിയായിരിക്കുന്ന തിന്മ ആരുടെ മേല്? നമ്മുടെ മേൽ അവകാശം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. ഇതനുസരിച്ച് ഇവിടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട്. അതുകൊണ്ടാണ് മരണശേഷം കർത്താവിൻ്റെ മുമ്പിൽ തനത് വിധിയുണ്ട്. ആ വിധിക്ക് വേണ്ടി നമ്മൾ കടന്നു ചെല്ലേണ്ടതായിട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് പറയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം എന്തുണ്ട്? വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മരിച്ചതിന് ശേഷം എന്തുണ്ട്? വിധി ഉണ്ട് എന്ന് തിരുവചനത്തിലൂടെ ദൈവമക്കളെ നമ്മളെ കർത്താവ് പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മരണസമയത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം 8-ാമത്തെ വചനം പറയാണ്, ജ്ഞാനം 15:8, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ ദൈവം ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിക്കണം. സഭാപ്രസംഗൻ 12:7 പറയുന്നുണ്ട്, ധൂളി അതിൻ്റെ ഉറവിടമായിരിക്കുന്ന മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ ലോകത്ത് മരിച്ച സകല മനുഷ്യരുടെയും ആത്മാവ് ദൈവസമക്ഷം കടന്നു ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ആ നിമിഷം ശരീരത്തിന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ നിന്റെ ആത്മാവ്, ഹ്യൂമൻ സ്പിരിറ്റ് ഓർക്കണം, ജീവ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധിക്ക് വേണ്ടി കടന്നു ചെല്ലണം.
അതുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥം 1021 ഖണ്ഡികയിൽ 1021 പറയാണ്, ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. ഓർക്കുക, ക്രിസ്തുവിലൂടെ, യേശു ക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കും. അതായത് മരണത്തിന് ശേഷം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാനോ ലോകാരൂപിയുടെ തിന്മയുടെ സ്വാധീനത്തെ സ്വീകരിക്കാനോ സാധിക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നിട്ട് പറയാണ്, എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസ്യൂതമായി പ്രതിഫലം സ്വീകരിക്കും. ഓരോ വ്യക്തിയും മരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തിരുന്ന പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 20 അധ്യായം 12-13 വചനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്, മരിച്ചവർ എല്ലാവരും സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, മരിച്ചവരെല്ലാവരും സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയാണ്, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറന്നു, അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതൊരു വലിയ ദൈവിക രഹസ്യം വെളിപ്പെടുത്തലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദാസിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു 1:9 അല്ലേ, പ്രധാന ദൂതനായിരിക്കുന്ന മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി തർക്കിച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ന വാക്ക് പോലും ആര് പറഞ്ഞില്ല, നിന്ന വചനം പോലും മിഖായേൽ പറഞ്ഞില്ല. ആരെ കുറ്റപ്പെടുത്തിയ? സാത്താനെ കുറ്റപ്പെടുത്തിയ, മോശയെ കുറ്റപ്പെടുത്തിയല്ല. നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത്രമാത്രം പവിത്രതയാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എല്ലാവരും അവരവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്ക് അനുസൃതം വിധിക്കപ്പെടും. അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥ പരിശോധനയിലൂടെയാണ് ഈ വിധി അവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് 2 ഗ്രന്ഥങ്ങളാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നത് ഒന്ന് നമ്മുടെ കാവൽ മാലകയും മറ്റൊന്ന് കൊണ്ടുവരുന്നത് തിന്മയായിരിക്കുന്നവനാണ്. ഒരു വ്യക്തി ജീവൻ പ്രാപിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് കാവൽ മാലാഖയെ ദൈവം കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നരകത്തിൻ്റെ അധിപനായിരിക്കുന്ന ലൂസിഫർ കാവൽ മാലാഖയുടെ അതേ സ്ഥാനത്ത് ഒരു പിശാചിനെയും കൂടെ നിയോഗിക്കും. അതായത് അവൻ്റെ പ്രവർത്തികളെ മുഴുവൻ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ, വശീകരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവർ 2 പേരുമാണ് ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ മുഴുവനും ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുക. ആ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെ വരുന്ന ജീവന്റെ ഗ്രന്ഥമാണ്. ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടണം. ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവരുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിലുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാവൽ മാലാഖായും പിശാചും മരിച്ച ആത്മാവ് കർത്താവിൻ്റെ സമക്ഷം ചെല്ലുമ്പോൾ ഇവർ ഈ ഗ്രന്ഥവുമായി അവിടെ ദൈവസമക്ഷം വരും. അവിടെ നമുക്ക് മറ്റൊരു അവസ്ഥയും കൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിൻ്റെ വിധി നാളിൽ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട്, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് 12 സിംഹാസനങ്ങളിൽ അപ്പസ്തോലന്മാർ ഉപവിഷ്ടരാകും. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുന്ന അവർക്കാണ്. അതുകൊണ്ട് ഈ ഗ്രന്ഥവുമായിട്ട് കടന്നു വരുമ്പോൾ അവിടെ ഗ്രന്ഥം കൊണ്ടുവരും. ഈ ഗ്രന്ഥം തുറക്കപ്പെടുകയാണ്. അപ്പോൾ കർത്താവുണ്ട്, 12 അപ്പസ്തോലന്മാരുണ്ട്. അപ്പോൾ നമ്മളെ വിധിക്കാനായിട്ട് വരുന്നത് ആരായിരിക്കും? നമ്മൾ മലയാളികൾ വിശുദ്ധ തോമാശ്ലീഹായുടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചവരായതുകൊണ്ട് വിശുദ്ധ തോമാശ്ലീഹായായിരിക്കും നമ്മളുടെ വിധിക്ക് വേണ്ടി ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇവരുടെ സമക്ഷം ആദ്യം പിശാച് ഗ്രന്ഥം തുറക്കപ്പെട്ടു. നമ്മൾ ബോധ്യത്തോടുകൂടി അറിവും ഒക്കെ ഉണ്ടായ കാലഘട്ടം മുതൽ, അതായത് നമ്മൾ ഗ്രന്ഥങ്ങളുടെ പരിശോധന ശരിക്കും പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു കാലഘട്ടമുണ്ട്. ഏറെക്കുറെ ഒരു 5 വയസ്സ് 6 വയസ്സ് ഏതാണ്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പം ഈ ഒരു കാലഘട്ടം മുതൽ ചെയ്തിരിക്കുന്ന പ്രവർത്തികൾ, അതിനു മുമ്പുള്ളത് ഇതൊന്നും അറിയത്തില്ല, ഇത് മാലാഖ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവിടെ ആ കാലഘട്ടം മുതൽ നമ്മൾ ചെയ്തിരിക്കുന്ന സകല തിന്മ പ്രവർത്തികളും, സാത്താൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന സകല പ്രവർത്തികളും എന്ത് ചെയ്യാണ്? നമ്മുടെ കാവൽ മാലാഖയുടെ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന തിന്മയായിരിക്കുന്ന പിശാച് എഴുതിക്കൊണ്ടിരിക്കുക. അവനകത്ത് മുഴുവൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ സമക്ഷം വായിക്കും. വായിച്ചു കഴിയുമ്പോൾ തോമാശ്ലീഹാ ഈ ഗ്രന്ഥം മേടിക്കും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കും. അത് കഴിഞ്ഞേച്ച് നമ്മളോട് ചോദിക്കും, പേര് വിളിച്ച് എന്തു പറയുന്നു. നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളുമാണ്. നമുക്ക് ഓക്കെ പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പരിശോധിച്ചിട്ട് അവിടെ മാറ്റിവെക്കും. അത് കഴിഞ്ഞേച്ച് കാവൽ മാലാഖ അടുത്ത ഗ്രന്ഥം കൊണ്ടുവരും. കാവൽ മാലാഖയുടെ ഗ്രന്ഥം ഇത്തിരിയുടെ മുഴുത്ത ഗ്രന്ഥം, അവർ കഥ പോലെ പറയുന്നു മാത്രമേ ഉള്ളൂ. കാവൽ മാലാഖ ഈ ഗ്രന്ഥം കൊണ്ടുവന്ന് കഴിഞ്ഞേച്ച് കാവൽ മാലാഖ ഇത് വായിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കാലഘട്ടം മുതൽ ചെയ്തു പോയിരിക്കുന്ന സകല നന്മ പ്രവൃത്തികളും തിന്മ പ്രവൃത്തികളും കാവൽ മാലാഖ വായിക്കുകയാണ്. നമ്മളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും കാവൽ മാലാഖ വായിക്കും. വായിച്ചു കഴിഞ്ഞേച്ച് ഈ ഗ്രന്ഥം വിശുദ്ധ തോമാശ്ലീഹായുടെ കയ്യിലിട്ട് കൊടുക്കും. തോമാശ്ലീഹാ ഇത് തുറന്ന് ഇങ്ങനെ ഒന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പല പാപപ്രവൃത്തികളും ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക. ഇതൊരു കഥ പോലെ ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക. അപ്പോൾ തോമാശ്ലീഹാ ചോദിച്ചു കാവൽ മാലാഖയോട്, ഇതെന്താ വെട്ടിയിട്ടിരിക്കുന്നത്? അപ്പോൾ കാവൽ മാലാഖ പറയുകയാണ്, നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ, അപ്പസ്തോലന്മാരായി ഭൂമി ജീവിച്ചിരുന്ന കാലഘട്ടത്ത് നിങ്ങൾക്ക് കർത്താവ് ഒരു വലിയ അധികാരം തന്നു. നിങ്ങൾ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിക്കുന്നുവെങ്കിൽ അത് ഭൂമിയിലും ഇവിടെയും മോചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പാപം മുഴുവനും ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ തോമാശ്ലീഹായ്ക്ക് സന്തോഷമുണ്ടായി കാണണം. അത് കഴിഞ്ഞ് തോമാശ്ലീഹാ ഇത് പരിശോധിച്ച് കഴിഞ്ഞേച്ച് കർത്താവിൻ്റെ സമക്ഷം കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞേച്ച് കർത്താവ് അവിടെ വിധി പ്രഖ്യാപിക്കുകയാണ്. ഒന്നെങ്കിൽ നരകം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് കടന്നു പോകേണ്ടതെങ്കിൽ ആ ശുദ്ധീകരണത്തിൽ നീ പൂർണ്ണമായി വിശുദ്ധീകരിക്കേണ്ട കാലഘട്ടം എത്രയാണോ അത് കർത്താവ് പ്രഖ്യാപിക്കും. ചിലപ്പോൾ 50 വർഷം, 100 വർഷം, 200 വർഷം, 500 വർഷം, 1000 വർഷം, ചിലപ്പോൾ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 10 സെക്കൻഡ്, 1 മിനിറ്റ്, അങ്ങനെ അങ്ങ് പോകും അതിൻ്റെ ഒരു കാലഘട്ടം. അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മാത്രമേ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിതൊരു കഥ പോലെ പറഞ്ഞ് നമുക്കൊന്ന് മനസ്സിലാകാനായിട്ട് വേണ്ടിയാണ്. അപ്പം എന്നിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടവരാണെങ്കിൽ അവരുടെ പേരാണ് ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് കർത്താവ് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതിയച്ചാണ് കർത്താവ് ഇത് പ്രഖ്യാപിക്കുന്നത്, നിനക്ക് സ്വർഗത്തിലേക്ക്. മറ്റേതാണെങ്കിൽ ഗ്രന്ഥത്തിൽ എഴുതില്ല, നിന്റെ പേര് ഇതിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല, ഇല്ല, നീ നരകത്തിലേക്ക് പൊക്കളാനും പറഞ്ഞ് അവനെ നരകത്തിലേക്ക് മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വചനം. 2 കൊറിന്ത്യർ 5:10 കർത്താവ് പറയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾക്കും തിന്മ പ്രതികൾക്കും പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കണം. അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നാം ഓരോരുത്തരും ഈ ലോകത്ത് ജീവിച്ചിരുന്ന ശരീരത്തോടുകൂടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തു പോയിരിക്കുന്ന നന്മ പ്രവൃത്തികൾക്കും തിന്മ പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം സ്വീകരിക്കാൻ എവിടെ നിൽക്കണം? കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നമ്മൾ മുമ്പേ കണ്ടിടത്ത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയാണ്, മരണവിധിയെ ഭയപ്പെടേണ്ട. ഈ മരണത്തിന്റെ വിധിയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ മുൻകാല ജീവിതത്തെ, അതായത് നീ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ, മുൻകാല ജീവിതത്തെയും ജീവിത അന്ത്യത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണിത്. മധ്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് അവിടെയാണ് ഉണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മരണഭയത്തെ അല്ല ഭയപ്പെടേണ്ടത്. പിന്നെയോ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ ഭയപ്പെടണം. വിധിയുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിത് ഭയപ്പെടണം. ഇന്ന് പല വ്യക്തികൾക്കും ഈ ഒരു ബോധ്യമില്ല. എങ്ങനെയും ജീവിച്ചാൽ മതി, എങ്ങനെയും. പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരുണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചേച്ച് ഒരു നല്ല മരണം പോലും നമ്മൾ കണ്ടു കഴിഞ്ഞ തവണയൊക്കെ നല്ല മരണം പോലും കിട്ടാതെ മരിക്കുന്ന ഒരുപാട് വ്യക്തികളെ കാണാം. ഒരുപാട് വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു സഹോദരൻ്റെ കാര്യം അവൻ്റെ അമ്മ വന്നിങ്ങനെ പങ്കുവെച്ചു. ഞാനത് കഴിച്ച് പലപ്പോഴും ഈ സഹോദരനെ ഒന്ന് വിളിച്ചൊക്കെ നോക്കി, പക്ഷേ മൈൻഡ് ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരു ദാരുണ മരണമാണ്. യാത്രയിൽ അപകടത്തിൽ തീർന്നുപോയി, മരിച്ചുപോയി. ഇപ്പം ഞങ്ങളുടെ ഡയറക്ടറായിരിക്കുന്ന അച്ഛന് ഈ കഴിഞ്ഞ ദിവസം ഒരാളിനെ ഒന്ന് കാണാനായിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ആ വ്യക്തി എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് വിളിക്കണം, ഒന്ന് കാണണം. അച്ഛൻ വിളിച്ചിട്ട് ഈ മനുഷ്യനിട്ട് എടുക്കുന്നുമില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്നാൽ മനുഷ്യനെ ഒന്ന് പോയി പിടിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ദാരുണങ്ങൾ സംഭവിച്ചു പോകുമല്ലോ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ പറയാനായിട്ട് കാണിക്കും. എന്നാൽ നന്നായിട്ട് ഒരുങ്ങി നല്ല മരണം പ്രാപിക്കുന്ന എത്രയോ മക്കളുണ്ട്. ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ നല്ല മരണം പ്രാപിക്കുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കൊരു പ്രായം ചെന്ന ഒരു 3-4 അപ്പച്ചിമാരുണ്ടായിരുന്നു. ധ്യാനിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ധ്യാനം കൂടുകയും അതിനുശേഷം ധ്യാന സമയത്തൊന്ന് മധ്യസ്ഥമൊക്കെ പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരാണ്. ഇതിനകത്തൊരു വേഗത്താനത്തെ അമ്മച്ചിയുണ്ട്. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി 100 വയസ്സായിട്ടേ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയും, അയ്യോ എൻ്റെ സാറേ അന്നിനൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും വേഗം മരിച്ചാൽ മതി. അമ്മച്ചിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. അമ്മച്ചിക്ക് 5-10 മക്കളുണ്ട്. എല്ലാവരും നല്ല നിലയിലാകട്ടോ, എല്ലാവരും ജോലിക്കാരും ഒക്കെയാണ്. എന്നാൽ ഈ അപ്പൻ കള്ള്, ആ മക്കൾ മുഴുവൻ കള്ളും കുടിച്ച് ഇങ്ങനെ ഒരു ജീവിതമാണ്. അപ്പോൾ ഒരു മകൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വെള്ളത്തിൽ പോയി മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അമ്മച്ചി എങ്ങനെ പറയുമായിരുന്നു, എൻ്റെ മക്കളൊക്കെ എൻ്റെ പൊന്നു സാറേ നഷ്ടപ്പെട്ടു പോയി കാണുമോ? ഞാൻ പറഞ്ഞില്ല അമ്മച്ചി ഇത്ര പ്രാർത്ഥിക്കുന്ന ആളല്ലേ, അതൊരിക്കലും നഷ്ടപ്പെടില്ല. നമ്മൾ നോക്കിയപ്പം ഒരു ദാരുണ മരണങ്ങളൊക്കെ ആയിരിക്കും സംഭവിച്ചിരിക്കുന്നത്, എങ്കിലും കർത്താവിൻ്റെ കരുണയുണ്ട്. അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെടുകയും ഈ മക്കൾക്ക് വേണ്ടി ഒരുപാട് വേദനിക്കുകയും, എൻ്റെ മക്കളെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ബലി അർപ്പിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വെച്ചാൽ ഈ അമ്മച്ചിയുടെ ഈ വേദനയൊക്കെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധി കൊടുത്ത് ഈ അമ്മച്ചി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ അമ്മച്ചി പ്രായമൊക്കെ ചെന്നും മരിക്കാറാകുന്ന സമയത്ത് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിരുന്നു, അമ്മച്ചി മരിക്കാറാകുമ്പോഴത്തേക്കും ഞാൻ വരും, എന്നിട്ട് അമ്മച്ചിയെ ഞാൻ തന്നെ ഒരുക്കും, അതിനുശേഷം അമ്മച്ചി മരിക്കോളെന്ന് പറയും. അപ്പോൾ എന്നെ വലിയ കാര്യമാണ്. എന്നും എല്ലാ ധ്യാനത്തിനും പേര് ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന്.
ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ടാണെങ്കിൽ പുട്ടാണെങ്കിൽ പുട്ട്, അപ്പമാണെങ്കിൽ അപ്പോൾ അതെല്ലാം ഒന്നിച്ച് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഈ 5 പേരുണ്ട്. ഒരു പാത്രത്തിനകത്ത് വെച്ച് അതിനകത്ത് കറി വെച്ച് ഞങ്ങൾ 5 പേരും കൂടെ വട്ടയിരുന്ന് ഒന്നിച്ചാണ് കഴിക്കുന്നത്. ഇടയ്ക്ക് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് ഇവരുടെ വായിലൊക്കെ കൊടുക്കും. അപ്പം ഒരിക്കലും ഈ അമ്മച്ചിയോട് പറഞ്ഞ്, എൻ്റെ പൊന്നു സാറേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു സന്തോഷം ആദ്യം അനുഭവിക്കുക. വലിയൊരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ അമ്മച്ചി ഇങ്ങനെ പ്രായത്തിലേക്ക് ചെന്ന്, അത് കഴിഞ്ഞ് വെച്ച് മരിക്കാറായി, ഇതിനിടയ്ക്കൊന്ന് വീണു. അത് കഴിഞ്ഞ് വെച്ച് അന്നേരം മരിക്കുമെന്ന് ഓർത്തു. വന്ന് ചെന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ അമ്മച്ചി ശക്തിയായിട്ട് പൂർവാധി ശക്തിയോടെ എഴുന്നേറ്റ് വന്നു. 100 വയസ്സ് പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, അധികം ദിവസം ഇരുന്നില്ല, 3-4 ദിവസം ഇരുന്നുള്ളൂ. അപ്പോഴത്തേക്കും മകൾ എന്നെ വിളിച്ചു, സാറേ അമ്മച്ചിക്ക് കൂടുതലാണ്. ഞാൻ ഓടിപ്പാഞ്ഞു ചെന്നു. അവിടെ ചെന്ന് അമ്മച്ചിയുടെ അടുത്തിരുന്ന ഒരു 1.5 മണിക്കൂർ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നന്നായിട്ട് ഒരുക്കി. അപ്പം അന്ത്യകുദാശയൊക്കെ സ്വീകരിച്ചായിരുന്നു കേട്ടോ. എല്ലാ കുദാശകളും ഒക്കെ സ്വീകരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചൊക്കെ ഇരിക്കുക. അന്ന് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒരുക്കി. എന്നോട് വർത്തമാനവും കൂടെ പറഞ്ഞു അമ്മച്ചി. അത് കഴിഞ്ഞേച്ച് ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വീണ്ടും എന്നെ ഈ മകൾ വിളിച്ച്, സാറേ അമ്മച്ചിക്ക് കൂടുതലാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തൊരു ചാക്കോ സാറുണ്ട്, പുള്ളി എന്നെ ആത്മീയ മേഖലയിലേക്ക് കൊണ്ടുവന്ന്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. ഓടിച്ചെന്ന് പുള്ളിക്കാരൻ വന്ന് ഞങ്ങൾ രണ്ടുപേരുടെ വണ്ടിക്ക് വന്ന് വീണ്ടും ഞങ്ങൾ അവിടെ ഇരുന്ന് നന്നായിട്ട് ഒരിക്കൽ കൂടി ഒരുക്കി അമ്മച്ചിയെ സന്തോഷത്തോടെ ശാന്തമാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു മണിക്കൂർ യാത്ര ചെയ്തില്ല, ഒരു അരമണിക്കൂർ കഷ്ടി യാത്ര ചെയ്തിരുന്നപ്പോഴത്തേക്കും മകള് വിളിച്ചു, അമ്മച്ചി മരിച്ചു കേട്ടോ സാറേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അടക്കിനുമൊക്കെ കൂടി ഒത്തിരി സന്തോഷം തോന്നിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രാർത്ഥിച്ചൊരുക്കി നന്നായിട്ട് നല്ല മരണം കൊടുക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർച്ചയായിട്ടും അമ്മച്ചി സ്വർഗത്തിലാണ്. എന്നുവെച്ചാൽ അതുപോലെ സഹിച്ച് ത്യാഗങ്ങൾ ഏറ്റെടുത്ത അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഏറ്റവും കടപ്പാട് എന്നോടായിരിക്കും. അമ്മച്ചി എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും. എനിക്ക് നല്ല ധൈര്യമാണ് കാര്യത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 31 നമ്മൾ കാണുന്നുണ്ട്. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഏത് ദിവസമാണ്? എൻ്റെ മരണ ദിവസം. ആരാണ് ഈ ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അധികാരവും അവകാശമുള്ളവൻ? കർത്താവായ യേശു ക്രിസ്തു. അവനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചതെന്നാണ് അപ്പസ്തോലന്മാർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 10:42 നമ്മൾ കാണുന്നുണ്ട്, ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധി കർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങളോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പസ്തോലന്മാരുടെ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. ആരാണ്? വിധിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവനാണ് അവകാശമുള്ളത്. കാരണം എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നവൻ അവനാ, ബലിയായി മാറിയവൻ അവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭാപ്രസംഗകന്റെ പുസ്തകം 12:14 നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും വിധി സമയത്ത് ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരും. നമ്മൾ മുമ്പേ കണ്ടു, ഗ്രന്ഥങ്ങൾ, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ അത് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-37 നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന് പറയുന്നു ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കേട്ടോ, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റവും വിധിക്കപ്പെടും. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്കുകളോട് തന്നെയാണ് അവിടെ വിധിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം സൂക്ഷിച്ചാലാണ് എത്രയോ വെറുത്ത വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകുന്നല്ലേ. ഞാൻ ആദ്യത്തെ സെക്ഷൻ കൊടുത്തിരുന്ന നാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പം നമ്മുടെ വാക്കുകളിലൂടെ വന്നിരിക്കുന്ന അതിനൊക്കെ കണക്ക് കൊടുത്തേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ,
ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വചനം. ജെറമ്യ 2:19 പറയാണ്, തൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസതയായിരിക്കും നിന്നെ കുറ്റപ്പെടുത്തുക. തൻ്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, തൻ്റെ അവിശ്വസതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:12-13 പറയാണ്, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ടും മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ജീവിതത്തിലെ തെറ്റുകൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, നാശത്തെയും ക്ഷണിച്ചു വരുത്തരുത്. പാപം ഇത് നമുക്ക് ഉളവാക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:16 2-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്, എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവും ആയിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ്. അതുകൊണ്ട് ഈ ആലയം നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നമ്മളത് നശിപ്പിക്കരുത്. പ്രൈസ് ലോർഡ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23:19 നമ്മൾ കാണുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെടുവിക്കുന്നു, ദുഷ്ടരുടെ തലയിൽ അത് ആഞ്ഞടിക്കും, ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷവും. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ഭവിഷ്യത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വെളിപാട് 20:15, ജീവന്റെ ഗ്രന്ഥത്തിൽ പേര് എഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെടും, നരകത്തിലേക്ക് എറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഓർക്കാം. മരണത്തിന് ശേഷമുള്ള വിധിയെക്കുറിച്ച് കർത്താവ് നമ്മോട് സംസാരിച്ചതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. കർത്താവ് നീതിമാനാണ്. ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ നീതിയിലേക്ക് കടന്നു വരാൻ അവിടുന്ന് വിവിധ വഴികൾ ഒരുക്കിയിട്ടുണ്ട്. ആ വഴികൾ സ്വീകരിച്ചുകൊണ്ട് ആ നിത്യമായിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം നമുക്ക് വിശുദ്ധീകരിക്കാം. എനിക്ക് തനത് വിധിയിലൂടെ എനിക്ക് സ്വർഗം പ്രാപിക്കാനുള്ള കൃപ ഈ ലോകത്തു നിന്നുണ്ടാകാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ആർക്കെങ്കിലുമൊക്കെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ 97 44 93 79 97. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ എടുക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവായ ഈശോയ്ക്ക് മാത്രമുണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം എല്ലാ സമൃദ്ധിയും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.